അടി മസ്താനി പൊളി സാധനം. അടി സക്ക ഉണ്ടാക്കി തന്നിട്ട് ഈ അടി സക്കി എന്നൊക്കെ ഉള്ളതൊക്കെ അതൊക്കെ ആരുടെ ഐഡിയ? അത് നമ്മളെ നല്ലൊരു ഏട്ടൻ്റെ ഐഡിയ. ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. അടി സക്കേ. വേറൊരു വേർഡ് എന്താ പറയാ? അടി ശാന്തമ്മേ. ബാലമണി ആരാ? ആർക്കറിയില്ല, ഇങ്ങനെ വെറുതെ പേരും അറിയുന്നത്. നിനക്ക് ലവർ അല്ലേ? സത്യം പറ, ലവർ അല്ലേ? എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? കുമ്മട്ടിക്കാ സോഡ. കുമ്മട്ടിക്കാ സോഡ. എന്നിട്ട് ഗ്ലാസ്സിലേക്ക് ഇടണം. ഗ്ലാസ്സിലേക്ക് ഇടണം. നമുക്ക് അടുത്തായി പുതിന എടുക്കാം. എത്ര പുതിന എടുക്കണം? അത്ര അളവിനനുസരിച്ച് എടുക്കാം. അടുത്ത സോഡ തൊട്ട് ചോദിക്കാം. A few moments later. അടി ശാന്തമ്മേ. സത്യം പറയുന്നുണ്ട്. മധുരമില്ലാത്ത പായസം പോലെ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെ ഒരു കുട്ടി വൈറൽ താരമാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഓൾറെഡി നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഇദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ കണ്ട് തുടങ്ങിയിട്ടുണ്ടാകും. കാരണം മില്യൺസ് വ്യൂസും ലക്ഷക്കണക്കിന് ലൈക്കുമാണ് ഓരോ വീഡിയോസിനും കിട്ടുന്നത്. സോ ലെറ്റ് മി വെൽക്കം സഹർഷ്. ഹായ്. ഹായ്. എന്താ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കണേ? ടെൻഷനൊന്നുമില്ല. പിന്നെ എന്താ ഇന്റർവ്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ തോന്നി? സന്തോഷം തോന്നി. ഇങ്ങനെ പെട്ടെന്ന് പ്രതീക്ഷിച്ചൊന്നുമില്ല. 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 7. ഇനി 7ലേക്ക്. ധ്യാൻ ചേട്ടനെ പോലെ ഉണ്ട് കാണാൻ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മറ്റില്ല, ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഉണ്ട്, എവിടെ കൊണ്ടൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യം വൈറലായ ഒരു വീഡിയോ കാണാം, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഗൈസ്, നമുക്ക് വേൾഡിൽ അറിയപ്പെടുന്ന മദർലാൻഡ് മസാല സോഡ ആക്കിയാലോ? ഉണ്ടാക്കാം. അടി സക്കേ. ഗ്യാസ് വയറ് വേണം, അതിനല്ല നല്ല സാധനം മദർലാൻഡ് മസാല സോഡ. അടി സക്കേ. ഈ മദർലാൻഡ് മസാല സോഡയുടെ പ്രൊമോഷൻ ആയിരുന്നു അത്? അല്ല, ഞാൻ കണ്ടു ചെയ്ത് തന്നെയാ. അത് ചുമ്മാ ചെയ്തതാ? ചുമ്മാ ചെയ്താ, അല്ലാണ്ട് പ്രൊമോഷൻ ഒന്നുമല്ല. അല്ല. ആരെ ഈ സോഡയൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചിരുന്നേ? അത് നമ്മൾ ഓരോ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഏത് വീഡിയോ? ഇങ്ങനെ യൂട്യൂബിൽ ഇപ്പൊ ട്രെൻഡിങ് എല്ലാം ആയിട്ട് ഉള്ള ഓരോ വീഡിയോ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷെ ഇത്ര വ്യൂസും ലൈക്സ് ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ചായിരുന്നോ? ഇല്ല, ഒരിക്കലും വിചാരിച്ചില്ല. അത്രയും കിട്ടിയപ്പോ എന്താ തോന്നി? സന്തോഷം തോന്നി. നല്ല സന്തോഷം. സന്തോഷം അല്ലാണ്ട് വേറെ എന്താ തോന്നി? തുള്ളിച്ചാടിയോ? തുള്ളിച്ചാടിയോ? വീഡിയോക്ക് ലൈക്ക് വ്യൂസ് ഒക്കെ പെട്ടെന്ന് ഇങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല. നമ്മള് വെറുതെ തുടങ്ങിയതായത്. എക്സാമിന്റെ ടൈമിൽ തുടങ്ങിയതാണ്. ഇത്ര കേറുന്നു വിചാരിച്ചില്ല. എത്ര നാളായി ഇപ്പൊ ഇൻസ്റ്റഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്ത്? ഒരു 3-4 മാസമായിട്ടുണ്ടാവും. ആണോ? അപ്പോഴേക്കും ഇത്ര വലിയ ഫാൻസ് ഒക്കെ വന്നല്ലോ. ഫുൾ ടൈം ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ? അതാണ് കൂടുതലും ഫുഡിന്റെ ഒക്കെ വീഡിയോസ് ഇടുന്നത്. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ? ബിരിയാണി. ചിക്കൻ ബിരിയാണി. ഇനി വേറൊരു വീഡിയോ കാണിച്ചിട്ടേ. ഇത് ബോംബ് സോഡയല്ല, ഞാൻ തന്നെ ഫുൾ ബോംബായി പോയി. ഹലോ ഗൈസ്, നമുക്ക് വെറൈറ്റി ആയിട്ട് വെട്ടിക്കട്ട് ബോംബ് സോഡ ആക്കിയാലോ? നമുക്ക് ആക്കാം. എന്റെ പാലാമണി സാരം എന്റെ വയറ്റിൽ തന്നെ ബോംബ് പൊട്ടിപ്പോയി. ഈ ബോംബ് സോഡയൊക്കെ ആരുടെ ഐഡിയ? ബോംബ് സോഡ ആരുടെ ഐഡിയ? അത് നമ്മളിങ്ങനെ യൂട്യൂബ് കണ്ടിട്ട് എല്ലാം ചെയ്യല്. പിന്നെ എല്ലാവരും സപ്പോർട്ടെല്ലാം ആക്കിയിട്ട് ഇങ്ങനെ ചെയ്യും. ഉണ്ടാക്കി തന്നിട്ട് ഈ അടി സക്കി എന്നൊക്കെ ഉള്ളതൊക്കെ അതൊക്കെ ആരുടെ ഐഡിയ? അത് നമ്മളെ നല്ലൊരു ഏട്ടൻ്റെ ഐഡിയ. ഏതേട്ടൻ? ഈ ഏട്ടനാണോ? അല്ലല്ല, നല്ലൊരു ഏട്ടൻ്റെ ഐഡിയ. എന്താ പറഞ്ഞ ആ ഏട്ടൻ? ഇങ്ങനെ ഒരാള് പേര് അതാ കേറി ഇപ്പൊ റീച്ചായിട്ട്. അതാണ് മാസ്റ്റർ. സഹർഷിന്റെ വീഡിയോയുടെ മെയിൻ ഹൈലൈറ്റ് അതാ. ഒന്ന് പറഞ്ഞേ. അടി സക്കേ. വേറൊരു വേർഡ് ഏതാ പറയാ? അടി ശാന്തമ്മേ. ആര് ശാന്തമ്മ? ആരാ? അങ്ങനെയൊന്നുമില്ല, വെറുതെ ഇങ്ങനെ അറിയത്. ബാലമണി ആരാ? ആർക്കറിയില്ല, ഇങ്ങനെ വെറുതെ പേരും അറിയുന്നത്. അടുത്ത വീഡിയോയിൽ മസ്താനി എന്ന് പറയോ? എന്താ പറയാൻ പോവാ? അടി മസ്താനി പറയണു. പ്രോമിസ് ആണോ? ഞാൻ നോക്കും ഇട്ടിട്ടുണ്ടോന്ന്. എന്റെ എന്നെ മെൻഷൻ ചെയ്യണം. ഉറപ്പ്. ഈ ഇൻസ്റ്റഗ്രാം ഒക്കെ ആരാ ഹാൻഡിൽ ചെയ്യുന്നത്? ഏട്ടനാണോ ഹാൻഡിൽ ചെയ്യുന്നത്?
അപ്പൊ ഏട്ടൻ ഇങ്ങനെ പറയാറുണ്ടോ മെസ്സേജസ് ഒക്കെ വരുമ്പോ? ആ പറയാറുണ്ട്, കൊറേ നെഗറ്റീവും വരുന്നുണ്ട്. എന്തിനാ നെഗറ്റീവ് വരുന്നത്? എന്തിനാ വരുന്നത് നെഗറ്റീവ്? നെഗറ്റീവ് ചില സമയത്ത് ഇങ്ങനെ ഓരോ ഫുഡിലാക്കുന്നതിന് നെഗറ്റീവ് കുറേ പറയുന്നുണ്ട്. ആണോ? അപ്പൊ വിഷമാവോ? അത് മൈൻഡ് ആക്കില്ല, ഇങ്ങനെ വിടും. പിന്നെ പോസിറ്റീവ് കമന്റ് മാത്രം നമ്മൾ അങ്ങനെ നോക്കില്ലു, നെഗറ്റീവ് വന്നാൽ അങ്ങനെ വിടുവയ്യ. കൊറേ സെലിബ്രിറ്റീസ് ഒക്കെ വന്ന് ലൈക്കും കമന്റ് ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ? ഞാനങ്ങനെ ഇൻസ്റ്റ ഹാൻഡിൽ ചെയ്യില്ല. എന്നാലും നോക്കൂലേ? നോക്കാറില്ലേ? ആ കമന്റ് ഇടക്കൊന്നും നോക്കും. ഞാൻ അങ്ങനെ ഇൻസ്റ്റ നോക്കുന്നതല്ല. അല്ല നോക്കണം, നമ്മളെങ്ങനെ അറിയും? ഫുൾ ചേട്ടൻ ഹാൻഡിൽ ചെയ്ത് എങ്ങനെ ശരി? ഇടക്ക് സഹർഷൊക്കെ നോക്കണം കേട്ടോ. ചില വല്ല ഗേൾസ് ഒക്കെ ഫാൻസ് വന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിലോ? ഇല്ലാത്ത ഗേൾസ് ഫാൻസ് ഇല്ലേ? ഗേൾസ് ഫാൻസ് ഉണ്ടാവും, എനിക്കറിയാം. ഗേൾസ് അങ്ങനെ നിനക്ക് ലവർ ഇല്ലേ? സത്യം പറ, ലവർ ഇല്ലേ? പണ്ടെന്ന് പറയുമ്പോ ഒന്നാം ക്ലാസ് പഠിക്കാൻ പറ്റാ. ഒന്നാം ക്ലാസ് പഠിക്കുമ്പോ രണ്ട് ബ്രേക്കപ്പ് ആയോ? ബ്രേക്കപ്പ് ഞാൻ വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കിയതാ, എന്നിട്ട് വീണോ കുട്ടി? ഉണ്ടായിരുന്നു പോയില്ല, ഞാൻ ജസ്റ്റ് നോക്കി, അത്രേ ഉള്ളൂ. ഇപ്പൊ ലവ് ഉണ്ടോ? ആരുമില്ല. എന്താ ആരുമില്ലാത്ത? ഇല്ല. സഹർഷിനോട് ആർക്കെങ്കിലും ഉണ്ടോ? അതറിയില്ല. ചോദിച്ചില്ലേ? ഇത്രയും വലിയ ഫാൻസ് വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാകുമ്പോ കൊറേ ക്രഷ് ഒക്കെ ഉണ്ടാവൂലേ സ്കൂളില്? സ്കൂളിലുണ്ടാവൂലേ? ഗേൾസിനോട് നമ്മളങ്ങനെ ചോദിക്കാനൊന്നും നോക്കില്ല. സിഗ്മ മെയിലാണോ നീ? ഞാൻ വേറൊരു വീഡിയോ കാണിച്ചിട്ടെ. ഓ സ്പൈസി, കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു. ഇതൊക്കെ ആരുടെ ഐഡിയ? ഇതൊക്കെ ആരുടെ ഐഡിയ ആണ്? ഇങ്ങനെ വീഡിയോ കണ്ടിട്ടാണ് ആക്കുന്നത്. ഇത് അങ്ങനെ വെച്ചാൽ ഓരോ വീഡിയോ ആണോ അത് നമുക്ക് ആക്കാൻ തോന്നുന്നു, നമ്മളാക്കും. എന്നിട്ട് അതിന് കൊറേ വ്യൂസും കിട്ടും, ലൈക്കും കിട്ടും. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അല്ലേ? ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ എന്താ അടി പൂക്കുറ്റിയോ? അതെന്താ അടി പൂക്കുറ്റി? എന്താ ഇങ്ങനെ പറയുന്നില്ലാന്ന് പറഞ്ഞു? അടി പൂക്കുറ്റി. പിന്നെന്താ അടി മപ്പാസോ? മപ്പാസോ? മപ്പാസ് എന്ന് വെച്ചാ എന്താ? അവളിങ്ങനെ പറയുന്നില്ലാന്നോ? ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറയാലേ, അർത്ഥമൊന്നും അറിയില്ല. എനിക്ക് കുറച്ച് വേർഡ്സ് പഠിപ്പിച്ചോ ഇതുപോലത്തെ? മപ്പാസ്, പൂക്കുറ്റി, പിന്നെ ശാന്തമ്മ, രമണപ്പിള്ള. ആര്? രമണപ്പിള്ളയോ? ശ്യാമളേച്ചിയോ? ചുമ്മാ വായി തോന്നുന്ന പേരൊക്കെ അങ്ങനെ പറയാ. ഞാനേ ഒരു ഗെയിം തരട്ടെ. ഞാൻ ഒരു ലെറ്റർ തരാം, അക്ഷരം. അപ്പൊ ഞാൻ എന്ത് ചോദിച്ചാലും ആ അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആൻസർ വേണം പറയാൻ. ഭയങ്കര ബുദ്ധിപരമായിട്ടൊന്നും ആലോചിക്കണ്ട. ഓക്കെ? അക്ഷരം തരട്ടെ. വാ. ഇനി എന്ത് ചോദിച്ചാലും വായിൽ തുടങ്ങണതേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ? രാവിലെ എന്താ കഴിച്ചേ? വട. ഇങ്ങോട്ട് എങ്ങനെയാ വന്നേ? വണ്ടിയിൽ. എടാ, ഉപ്പ് സോഡ എങ്ങനെ ഉണ്ടാക്കുക? ഉപ്പ് സോഡ വടി വെച്ച് ഇളക്കിയിട്ട്. ഇതെന്താ കൈ കിടക്കുന്നേ? കയ്യിലെന്താ കിടക്കുന്നേ? വാച്ചി. ഈ ഷർട്ടിന്റെ കളർ എന്താ? വെള്ള. ഓക്കെ. ഇൻസ്റ്റഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്? ഇൻസ്റ്റഗ്രാമിൽ എത്ര ഫോളോവേഴ്സ്? വളരെയധികം. ഇഷ്ടമുള്ള ഒരു നടന്റെ പേര് പറ. വിനീത് ശ്രീനിവാസ്. ഓക്കെ. ഇപ്പൊ മഴ പെയ്യുമ്പോ എന്താ ചെയ്യാറ്? മഴ പെയ്യുമ്പോ എന്താ ചെയ്യാറ്? കട്ടൻ ചായ ഉണ്ടാക്കാറിയോ? കട്ടൻ ചായ എങ്ങനെ ഉണ്ടാക്ക? വെള്ളം ഒഴിച്ചിട്ട്. രാവിലെ എണീറ്റ് എന്ത് ചെയ്യും? വെള്ളം വെച്ച് കുളിക്കും. എടാ, ചേട്ടന്റെ പേരെന്താ? അഭിനവ്. അത് ആയിച്ചിട്ടല്ലേ തുടങ്ങാ? ഞാൻ പറഞ്ഞത് വാവിച്ചിട്ട് പറയാനല്ലേ. പക്ഷെ കൊള്ളാട്ടാ, കളിച്ചു നന്നായിട്ട്. എന്തായാലും ഞങ്ങൾക്കൊരു സാധനം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞില്ലേ? ഞങ്ങള് പ്രോപ്പർട്ടീസ് തന്നാ ഉണ്ടാക്കി തരോ? ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ സഹർഷിന്റെ കുക്കിംഗ് സ്കിൽ നമ്മൾ ലൈവായിട്ട് കാണാൻ പോണ്. തണ്ണിമത്തം വെച്ചിട്ട് എന്തോ ഉണ്ടാക്കി തരാം എന്നാണ് പറയുന്നത്. തിന്നോക്കിട്ട് ഇന്ന് ഞാൻ കാണിച്ചു തരാം അത് കൊള്ളാവോ ഇല്ലയോ എന്ന്. കൊണ്ടുവരട്ടെ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? കുമ്മട്ടിക്കാ സോഡ. ഉണ്ടാക്കിക്കോ. നമ്മൾ ആദ്യം ഒരു ബത്തക്ക എടുത്തിട്ടുണ്ട്, നമുക്ക് ആ മുറിക്കാം ആദ്യം. ബത്തക്കയൊക്കെ മുറിക്കാറിയാട്ടാ. ഇന്നത്തേക്കുള്ളതായി.
എന്തെങ്കിലുമൊക്കെ ഗൈസ് ഇങ്ങനെയൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്യാം. എന്നിട്ട് ഗ്ലാസ്സിലേക്ക് ഇടണം. ഗ്ലാസ്സിലിട്ടിക്കണം. എന്നിട്ട് നമുക്കിത് ചെറുതാനും കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു വീഡിയോ എടുക്കുമ്പോൾ മാത്രം വരുന്ന ഒരു പ്രത്യേക തരം എനർജിയാണ് ഗൈസ്. അല്ലെങ്കിൽ ക്യാമറ ഓഫ് ചെയ്യണം. ക്യാമറ ഓഫ് ചെയ്ത ആൾ നല്ല ആക്റ്റീവാ. ക്യാമറ ഓഫ് ചെയ്താല് ക്യാമറേനെ ഞാൻ ഉണ്ടായില്ലോ. അണ്ട് മുണ്ടണില്ലല്ലോ. ഉണ്ടല്ലോ. ഇല്ലല്ലോ. ഞാൻ പറയുന്നുണ്ട് എന്തെങ്കിലും മുണ്ടും 2 അക്ഷരം. എന്നിട്ട് രണ്ടും കൂടി ഇടിക്കണം. അല്ലാ എന്റെ വയറ്. എനിക്ക് ഉച്ചക്ക് ഒരു ഇന്റർവ്യൂ കൂടെ ഉണ്ട് കേട്ടോ. ഇന്നറിയാം സഹർഷിന്റെ സോഡക്ക് ടേസ്റ്റ് ഉണ്ടോ ചുമ്മാ തള്ളാണോന്ന്. ഞാൻ സത്യസന്ധമായിട്ട് റിവ്യൂ പറയുന്ന ആളാ. സത്യം. എന്തൊരു നോട്ടൊക്കെ വിശ്വാസില്ല. ചേട്ടനാണല്ലോ എല്ലാത്തിലേക്കും തള്ളിവിടുന്നത് അല്ലേ? നോട്ടം കാണുമ്പോ മനസ്സിലാവുന്നുണ്ട്. നമുക്ക് അടുത്ത പുതിന എടുക്കാം. തല്ല വരുന്നു. എത്ര പുതിന എടുക്കണം? അത്ര അളവിനനുസരിച്ചെടുക്കാം. കൊച്ചതി ഇത്രയൊക്കെ ആരെങ്കിലും ഇടോ? കൊച്ചടിക്കാം. അത് ജ്യൂസ് നിങ്ങളെല്ലാരും കുടിക്കണം കേട്ടോ. ഞാൻ മാത്രം കുടിച്ചാ പോരാ. ഇന്നത്തോടെ ഒരു തീരുമാനോ? ഇരുന്ന് സ്വകാര്യം പറയാ. കുതിരി കിട്ടട്ടെ. പ്രാക്ടീസ് ചെയ്യണോ? അടുത്ത സോഡ തൊട്ട് ചോദിക്കാം. കുമ്മട്ടിക്ക സോഡ റെഡിയായി. ഇതാണ് കുമ്മട്ടിക്ക സോഡ. ഇനി നീ കുടിച്ചോ? കുടിച്ചോ? അടി മസ്താനി. പൊളി സാധനം. അടി ശാന്തമ്മേ. സത്യം പറയുന്നുണ്ട്. മധുരമില്ല. പഞ്ചസാര വേണമായിരുന്നോ? മറന്നുപോയി. ഉപ്പിട്ടിട്ടില്ലല്ലോ. കുഴപ്പമില്ല. ഇങ്ങനെയാണപ്പോ വീഡിയോയുടെ സത്യാവസ്ഥ അല്ലേ? മനസ്സിലായോ ഗൈസ്? തീർന്ന്. ഇനി എന്തിനിട്ട് ഇളക്കണേ? ബത്തക്കല മധുരം വരും നോക്കാം. വേണ്ട. എല്ലാരും എൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഓ പുതിയണോ വേണം. സൂപ്പർ. പഞ്ചസാര അറിഞ്ഞു. ഉപ്പിട്ടാലും കൊള്ളാം. ഉപ്പിട്ടാൽ ഐസായിരിക്കും പഞ്ചസാരനേക്കാളും. വത്തക്കയ്ക്ക് മധുരമില്ല. ഉപ്പിട്ട രസം ഉണ്ടാവും. പക്ഷെ കൊള്ളാം. ഒരു പുതിനയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം. നിർത്തിപ്പരിച്ച നന്നായിരിക്കും ഇവരെ. ഓക്കെ, അപ്പൊ നമ്മുടെ സഹർഷിന്റെ കൂടെ ഇപ്പൊ ഇരിക്കുന്നത് സഹർഷിന്റെ ബ്രദറാണ് അഭിനവ് അല്ലെ? അഭിനവാണ് സഹർഷിന്റെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഒന്നിച്ചാണോ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ? എന്നാ അഭിനവ് കഥ പറയൂ. എങ്ങനെ ഏത് സമയത്താണ് അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് വന്നത്? കഥ ഏകദേശം ഒരു 3-4 മാസം മുമ്പ് ഒരു പുതിയ ഫോൺ എടുത്ത്. അപ്പോൾ ഞാൻ പുതിയ ഫോൺ എടുത്തു. അതിനു മുന്നേ നമുക്ക് അക്കൗണ്ട് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യം ഇൻസ്റ്റാഗ്രാം തുടങ്ങിയാലോ വിചാരിച്ചു. പിന്നെ വീഡിയോസൊക്കെ ഇട്ടാൽ ചിലപ്പം തെറിവളി വരും. നമ്മളൊക്കെ ഇട്ടാൽ
അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, ഇവൻ്റെ വീട്ടിലൊരു അക്കൗണ്ട് തുടങ്ങാമെന്ന്. അങ്ങനെ വെറുതെ ഇവൻ്റെ സച്ചു എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് തുടങ്ങി. ഫോളോവേഴ്സൊന്നുമില്ല, ജസ്റ്റ് നാട്ടിലത്തെ കുറച്ചാൾ ഫോളോ ചെയ്ത്. അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്ത് ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടു നമ്മൾ. ഇവനും ഇവൻ്റെ അനിയത്തിയും കൂടി ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ. അത് വ്യൂസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു 6000-7000 വ്യൂസ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇവൻ വീട്ടിൽ തന്നെ നമ്മളെ മസാജ് ചെയ്യുന്ന ബോഡി മസാജ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അതൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് അത് വെച്ചിട്ടൊരു വീഡിയോ എടുത്തു. ആ വീഡിയോ ഏകദേശം 14K അങ്ങനെ എന്തോ വ്യൂസ് കയറി. അപ്പം നമ്മളെ സംബന്ധിച്ച് അതെല്ലാം വലിയ വ്യൂസാണ്, 14K ആ ടൈം. അപ്പോൾ അങ്ങനെ എന്നും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ വീഡിയോ പിന്നെ അങ്ങനെ കുറേ വീഡിയോ ഇട്ടിട്ട് വന്ന് ലാസ്റ്റ് വീട്ടിനടുത്തൊരു ഏട്ടനുണ്ട്. ഏട്ടൻ പറഞ്ഞു കനാലിന് ബിരിയാണി കഴിക്കുമെന്ന്. അപ്പോൾ ഇവൻ പറഞ്ഞാൽ ഇവൻ ഒരു മടിയിലാണ്ട് ചെയ്യാൻ പറഞ്ഞു, കഴിക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഏട്ടൻ തന്നെ ബിരിയാണി വാങ്ങിക്കൊടുത്ത് കനാലിലേക്ക് നമ്മൾ പോയി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കൂടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അനന്തു, അഭയ്, അലൻ, പാർത്തി, അങ്ങനെ കുറച്ച് ഫ്രണ്ട്സെല്ലാം ഉണ്ട്. ഇവരെല്ലാവരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ വീഡിയോ കുറച്ച് വെറൈറ്റി ആവാൻ വേണ്ടിയിട്ട് പാർത്തി എന്ന് പറഞ്ഞ ഫ്രണ്ട് പറഞ്ഞു ആ വീഡിയോ 1 million അടിച്ചാൽ പാവപ്പെട്ടവർക്ക് ഫുഡ് വാങ്ങി കൊടുക്കും, ആ വീഡിയോയിൽ ചെയ്യാൻ പറഞ്ഞു. അപ്പം അങ്ങനെ അത് ഒരു വെറൈറ്റി ആയില്ലേ. അപ്പം അങ്ങനെ ആൾക്കാർ ഷെയർ ചെയ്യാൻ തുടങ്ങി. ആ വീഡിയോ അങ്ങനെ ഒരു വീക്കിനുള്ളിൽ 1 million അടിച്ച്. പിന്നെ ഇപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഉണ്ടായത്. ഈ വീഡിയോ ആണ് കുറച്ച് ഫേമസ് ആയത്, ഫസ്റ്റ് 1 million അടിച്ചത്. പിന്നെ അതിനുശേഷം എന്നും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പറയുന്നുണ്ട് ചെയ്യണം. അങ്ങനെ പിന്നെ ഇത് നമ്മൾ മദർലാൻഡ് മസാല സോഡ കുറേ വീഡിയോ അതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട് ഇവൻ, പക്ഷെ അതൊന്നും അത്ര വ്യൂസ് ഇല്ല. പിന്നെ മദർലാൻഡ് മസാല സോഡ ഏകദേശം ഒരു വീഡിയോ തന്നെ ഏകദേശം 10,000-നടുത്ത് ഫോളോവേഴ്സ് വന്നു ആ വീഡിയോയിൽ മാത്രം. അത് നല്ല വ്യൂസ് കയറി. അപ്പം അങ്ങനെ ഓരോ വീഡിയോ ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഓരോ വീഡിയോസിൻ്റെ എൻ്റെ ഇവൻ്റെ ഫ്രണ്ട്സിൻ്റെയും കുറച്ച് ഐഡിയാസ് എല്ലാം ഉണ്ട്. ഓരോ വീഡിയോക്കും കുറച്ച് കഷ്ടപ്പാടുണ്ട്, വീഡിയോ എടുക്കാനായാലും എഡിറ്റ് ആക്കാനെല്ലാം. അങ്ങനെ ഇപ്പം വെറൈറ്റി മീഡിയ എന്നെല്ലാം പറഞ്ഞൊരു ചാനലിൽ ഇപ്പോൾ യൂട്യൂബ് വീട്ടിൽ നിന്ന് കാണുന്നതാണ്. ഇവിടെ എത്തുന്ന ഞാൻ ജീവിതത്തിൽ പോലും വിചാരിച്ചിട്ടില്ല, അത് സ്വപ്നം. ഓക്കെ, അപ്പം അങ്ങനെയാണ് നിങ്ങളുടെ പരിപാടീസ്. ഓക്കെ, ഇനിയിപ്പോൾ എന്തൊക്കെ വീഡിയോസാ പ്ലാനിങ്ങിലുള്ള? നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് റീൽസ് കാണുമ്പോൾ ഫ്രണ്ട്സ് തന്നെ അയച്ചു തരും, ഇത് ചെയ്യുക അത് ചെയ്യുന്ന പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് വീട്ടിൽ നിന്ന് തന്നെ അപ്പുറത്തെ വീട്ടിലായാലും പോയിട്ട് ചെയ്യും. അപ്പം അങ്ങനെ പെട്ടെന്ന് ഐഡിയാസ് വരുമ്പോൾ ചെയ്യും. നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ അധികമായിട്ട് ഒന്നും എടുക്കില്ല, എല്ലാം അപ്പുറത്ത് കൊടുത്ത്. ഇപ്പൊ എല്ലാവരും സപ്പോർട്ട് തന്നെയാണ്, എല്ലാ ഹെൽപ്പിനും സാധനങ്ങളെല്ലാം തരാൻ വേണ്ടിട്ട് എല്ലാവരും ഹെൽപ്പിങ് തന്നെയാണ്. അപ്പുറത്തെ വീട്ടിലുള്ള കുറെ വീഡിയോ അങ്ങനെ തന്നെയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 3-4 വീഡിയോ ആയിട്ടേ ഉള്ളൂ, ബാക്കി ഫുൾ അപ്പുറത്തും ഇപ്പുറത്തും വീട്ടിൽ തന്നെ. പിന്നെ അവരുടെ ഫുൾ സപ്പോർട്ടിങ് അത്. മെയിനായിട്ട് ഇപ്പം നെഗറ്റീവ് കമൻസ് വരുത്തുന്നുണ്ട് ഇവൻ ഇപ്പോൾ 6 ഇവൻ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യേണ്ട ഒരു ഐഡിയ വന്നില്ല. അപ്പം മെയിനായിട്ട് ഞാനാ യൂസ് ചെയ്യല്. അപ്പോൾ നെഗറ്റീവ് കമൻസ് വരുത്തുന്നുണ്ട് ഞാൻ ഇവനോട് പറയലുണ്ട്, പക്ഷെ ഇവനതൊന്നും പ്രശ്നമില്ല. ഞാൻ ഇവനോട് പറയലുണ്ട് അതൊന്നും മൈൻഡ് ആക്കണ്ട, പറയുന്നവർ പറഞ്ഞോട്ട് ഇപ്പം ഒരു നിലയിൽ എത്തിക്കളി കുഴപ്പമൊന്നുമില്ല പറയും. ഇവൻ ഒരു മടിയില്ലാണ്ട് പറയുന്നത് ചെയ്യും, എന്തായാലും ചെയ്യും. ടൗണിൽ ചായ കുടിക്കാൻ ചായ കുടിക്കൂ. ടൗണിൽ മാർക്കറ്റിന്റെ റോഡിൽ നിന്ന് ചായ കുടിക്കുന്ന വീഡിയോ, അല്ല ഒരു മടിയില്ലാണ്ട് ബിരിയാണി കഴിക്കുന്ന വീഡിയോ, അതെല്ലാം കയറിയതാണ്. അങ്ങനെ മടിയൊന്നുമില്ല, ചെയ്യും. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാം അടിപൊളിയാവട്ടെ. അപ്പൊ ഇനിയും കുറെ നല്ല നല്ല വീഡിയോസ് ഒക്കെ ചെയ്ത് ഞങ്ങളൊക്കെ എന്റർടൈൻ ചെയ്യിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഓൾ ദ വെരി ബെസ്റ്റ്. Inji, my meal partner.